ആളെക്കൊല്ലി ആനയുടെ സാന്നിധ്യം തുടരുന്ന വയനാട്ടിൽ കടുവയും മാനന്തവാടി പടമലയിലാണ് നാട്ടുകാർ കടുവയെ കണ്ടത്. പള്ളിയിൽ പോവുകയായിരുന്ന സ്ത്രീയുടെ മുന്നിൽ കൂടി കടുവ റോഡ് മുറിച്ച് കടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തായി. ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാവിലെ 6:30യോടെയാണ് പടമല സെന്റ് അൽഫോൺസ ചർച്ചിന് സമീപത്ത് കടുവയെ കണ്ടത്. രാവിലെ പള്ളിയിലേക്ക് പോവുകയായിരുന്ന സ്ത്രീക്ക് മുന്നിലൂടെ കടുവ റോഡ് മുറിച്ച് കടന്നു പോവുകയായിരുന്നു. അതേസമയം അതുവഴി കടന്നു വന്ന കാർ യാത്രികൻ ഹോണടിച്ച് ശബ്ദമുണ്ടാക്കിയതിനാലാണ് കാൽനടക്കാരിയായ ലിസി രക്ഷപ്പെട്ടത്. ഇതോടെ പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരം തേടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. പ്രതിഷേധ പ്രകടനം നടത്തിയ നാട്ടുകാർ അരമണിക്കൂറോളം റോഡ് ഉപരോധിച്ചു. നഗരസഭാ കൗൺസിലറും സെന്റ് അൽഫോൺസ ചർച്ച് വികാരി ഫാദർ ജോർജ് തേരകവും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി. പ്രതിഷേധക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വനങ്ങളിൽ നിൽക്കേണ്ട മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യൻ വസിക്കുന്നിടത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് വനത്തെ പരിപാലിക്കേണ്ട, മൃഗങ്ങളെ പരിപാലിക്കേണ്ടവരുടെ വീഴ്ചയാണ്, വനകർത്താക്കളുടെ വീഴ്ചയാണ്. അത് പൊതുജനത്തെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളൊക്കെ ഇവിടെ വളരെ നിസ്സഹായ അവസ്ഥയിലാണ്. ഈ മനുഷ്യൻ ജീവിക്കുന്നിടത്തേക്ക് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവ ഇറങ്ങാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെയുള്ള ഭരണാധികാരികൾക്കുണ്ട്. അവരത് ചെയ്തേ പറ്റൂ. വോട്ടിന് വേണ്ടി മാത്രം നമ്മുടെ പക്കലേക്ക് വന്നാൽ പോരാ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അജീഷ് കാട്ടാന സ്വന്തം വീട്ടുമുറ്റത്ത്, സ്വന്തം സുഹൃത്തിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് കാട്ടാനാൽ ആക്രമിച്ച് മരണപ്പെട്ടത് നമുക്കറിയാം. ഇന്ന് രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ലിസേച്ചി ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ അതിഭീകരമായ ഇന്ന് വേറൊരു ദുരന്തത്തിനും കൂടെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നാൽ. 8 മണിയോടെ പടമലയ്ക്കടുത്ത് കൊളവയൽ കോളനിക്ക് സമീപവും കടുവയെ കണ്ടിരുന്നു. തൊഴിലാളികളാണ് ഇവിടെ കടുവയെ കണ്ടത്. സമയം 8 മണിയായി. ഞങ്ങൾ പണിക്ക് വരുമായിരുന്നു. അപ്പോഴാണ് റോഡ് മുറിച്ച് കടുവ ഇറങ്ങി ഓടുന്നത്. അതാണ് ഞങ്ങൾ കണ്ടത്. മാനന്തവാടി കേന്ദ്രീകരിച്ച് ആനയും കടുവയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയാണ്. ജനം, വയനാട്.